ഗവർണർമാർക്ക് ബില്ലുകളിൽ ഒപ്പിടുന്നതിന് യുക്തിസഹമായ സമയപരിധി വേണമെന്ന് സുപ്രീം കോടതിയിൽ ശക്തമായി വാദിച്ച് കേരളം. ദന്തഗോപുരത്തിലിരുന്ന് ഗവർണർമാർ മാസങ്ങളോളം ബില്ലുകൾ പഠിക്കേണ്ടതില്ല. മണി ബിൽ രാഷ്ട്രപതിക്ക് അയക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും കേരളം വാദിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയുമാണ്. വിവരങ്ങളുമായി ഷബ്നയുണ്ട്. ഷബ്ന, എന്തെല്ലാം വാദമുഖങ്ങളാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്? സംഗീത, രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെ വാദം ഇന്ന് ആയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച് പാസാക്കിയ ബില്ലിന്മേൽ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഗവർണർ എന്ന വാദമാണ് കേരളം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഗവർണർ മാസങ്ങളോളം ദന്തഗോപുരത്തിൽ നിന്ന് ബില്ലുകൾ പഠിക്കേണ്ടതില്ല, അതുകൊണ്ടാണ് ഗവർണർ എതിരാളിയായി പരിഗണിക്കപ്പെടുന്നത് എന്നും കേരളം ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും കേസുകൾ പരിഗണിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് നിലപാടെടുത്തിട്ടുണ്ട്. ഗവർണറുടെ മുൻകാല നടപടിക്രമങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത് എന്ന് കേരളം മറുപടിയും പറഞ്ഞു. അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് ഗവർണർ ചോദ്യം ഉന്നയിക്കേണ്ടതും ബില്ലുകൾ തടയേണ്ടതും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇല്ലാതാക്കുന്നതിനും അംഗീകാരം തടയുന്നതും ന്യായീകരിക്കാനാവില്ല. ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകിയ ശേഷം ബില്ലുകൾ തടഞ്ഞു വെക്കാനാവില്ല. ജനങ്ങളോട് മറുപടി നൽകാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട് എന്നും കേരളം വാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട് മണി ബില്ലിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ടോ എന്ന ചോദ്യമില്ല എന്നാണ് കേരളം പറയുന്നത്. എത്രയും വേഗം എന്നാൽ യുക്തിപരമായ സമയപരിധി മാത്രമാണ് ബില്ലുകളിൽ ഒപ്പിടാനുള്ളത് എന്ന് കേരളം വാദം ഉന്നയിച്ചു. കേരളത്തിലെ മണി ബില്ലിൽ 10 മാസം തടഞ്ഞു വെക്കപ്പെട്ടു. മണി ബില്ലിൽ 14 ദിവസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് നിയമം. എന്നാൽ 10 മാസമാണ് ഇത്തരത്തിൽ ലാഗ് ഉണ്ടായത്. മണി ബിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ട കാര്യമില്ല. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നുമാണ് കേരളം വാദിച്ചത്. ശരി, ഷബ്ന അസിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.